ഹായ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ ഗിന്നസ്. ഞാൻ കൊച്ചിൻ ഗിന്നസിൽ വർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ ഒന്ന് അരുൺ എന്നുള്ള പേര്, അപ്പോൾ ആ ഒരു ട്രൂപ്പിൻ്റെ പേരോട് കൂടി ഇട്ടുന്നുള്ള അരുൺ ഗിന്നസ് എന്ന്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, മോൻ്റെ അച്ഛൻ്റെ പേരാണ് ഗിന്നസ്, അല്ല എൻ്റെ അച്ഛൻ്റെ പേര് രവി എന്നാണ്. പക്ഷേ അതിന് ശേഷം എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ഗിന്നസ് റെക്കോർഡ് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. പക്ഷേ ഫ്ലവേഴ്സ് TV സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ എനിക്ക് ആ ഗിന്നസ് റെക്കോർഡ് കിട്ടി. അത് ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൊരു കാരണം, അപ്പോൾ നിങ്ങളൊക്കെ തന്ന പ്രോത്സാഹനം കൊണ്ടാണ് ഏതൊരു കലാകാരന്മാരും ഉണ്ടാകുന്നത് അല്ലേ. നമ്മൾ ഫേസ്ബുക്കിൽ നോക്കി അറിയാം, ഒരു കലാകാരനെ വളർത്താനും തളർത്താനും ഉള്ള ഏറ്റവും ശക്തിയുള്ള ആളുകളാണ് നമ്മൾ പ്രേക്ഷകരെന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകരെ എന്തും ബഹുമാനിച്ചിട്ടാണ് ഞാൻ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ ഗിന്നസ് റെക്കോർഡ് കാണിക്കാതാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയ ഗിന്നസ് റെക്കോർഡ്. കണ്ടോ, അരുൺ രവി എന്നാണ് കേട്ടോ നമ്മുടെ ഒഫീഷ്യൽ നെയിം. അങ്ങനെയാണ്. ഈ വർഷം പുതിയ പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുതിയ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ 1.5 മണിക്കൂർ വരുന്ന ഒരു 1 മാൻ ഷോയാണ്. അതിൽ ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്ന പ്രോഗ്രാമുകളിലും അപ്പോൾ ഞാനായിട്ട് കൊണ്ടുവന്ന കുറേ ട്രെൻഡിങ്ങായിട്ടുള്ള കുറേ ഐറ്റങ്ങളുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നാടൻ പാട്ടിലെ പാട്ടുകൾ എല്ലാം വെച്ചിട്ടുള്ളൊരു 1.5 മണിക്കൂർ പ്രോഗ്രാമാണ്. പിന്നെ അങ്ങനത്തെ പ്രോഗ്രാമോ സ്കൂൾ കോളേജ് ഡേയ്സിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പ്ലസ് മോട്ടിവേഷൻ സ്പീക്കിംഗ് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളിലെ അവർക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനായിട്ടുള്ള സ്പീക്കുകളുണ്ട്. അതുപോലെ തന്നെ ഉദ്ഘാടനം പ്ലസ് പ്രോഗ്രാം, അങ്ങനെയാണ് ഞാൻ ചാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ മെഗാ ഷോ ചെയ്യുന്നുണ്ട്. മെഗാ ഷോയിൽ എൻ്റെ കൂടെ സഹകരിക്കുന്ന ഒരുപാട് വെറൈറ്റി ചെയ്യുന്ന കലാകാരന്മാരുണ്ട്. അവർ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അവിടെ നല്ല ആർട്ടിസ്റ്റുകൾ മാത്രമാണ് പ്രോഗ്രാമുകൾ ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വേണമെന്ന് വെച്ചിട്ട് കുറച്ച് പേരെ വലിച്ചടിച്ചാൽ കൊണ്ടുവരുമല്ല, ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. നല്ല കലാകാരന്മാരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെയുള്ള മെഗാ ഷോ എടുക്കാറുള്ളൂ, ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് മെഗാ ഷോ തരുന്ന ഒരുപാട് ഇവൻസുകളുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പുതിയൊരു മെഗാ ഷോ തുടങ്ങിയതല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന പ്രോഗ്രാമുകൾ ഉത്തരവാദിത്തത്തോട് ചെയ്യാറുണ്ട്. ഇനി എന്നെ പ്രോഗ്രാമിന് വിളിക്കണം. പക്ഷേ നമുക്ക് പേഴ്സണലായിട്ട് വരുന്ന പ്രോഗ്രാം മാത്രമാണ് മെഗാ ഷോ ആയിട്ട് എടുക്കുന്നത്, അല്ലാതെ എടുക്കാറില്ല. പിന്നെ കൂടുതലും 1 മാൻ ഷോ ആണ്. എനിക്കറിയില്ല, 1 മാൻ ഷോ ആണ് കൂടുതലും ഞാൻ എടുക്കാറ്. അതാണ് ഏറ്റവും കംഫർട്ട്, 1 മാൻ ഷോ തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ പ്രോഗ്രാമുകൾ എല്ലാവരും ബുക്ക് ചെയ്യുക. ഓണ സീസണൊക്കെ ആയി. ഇപ്പോൾ മാക്സിമം പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ പേഴ്സണൽ നമ്പർ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട്, പബ്ലിക് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ അതിനകത്ത് നമ്പറിൽ വിളിച്ചാൽ മതി. എന്ത് ടൈപ്പ് പ്രോഗ്രാമും എത്ര ലെങ്ത്തുള്ള പ്രോഗ്രാമാണെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ വേറെ ഒന്നും പറയില്ല. അപ്പോൾ എല്ലാ കലാകാരന്മാർക്കും ഈ വർഷം നല്ലൊരു പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ. എല്ലാ കലാകാരന്മാരെയും വിളിക്കുക, ഒപ്പം എന്നെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രോഗ്രാമുകളിൽ വിളിക്കുക. അപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അപ്പോൾ ഹലോ ഗൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഇഷ്ടമല്ല. അല്ലെങ്കിൽ സാധാരണ നിങ്ങളായിട്ട് സംസാരിക്കേണ്ട കാര്യം നിങ്ങളോട് തന്നെ നേരിട്ട് സംസാരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ വരും. നിങ്ങളെ ബുദ്ധിമുട്ടില്ലെങ്കിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമുക്കത്രല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് നേരമെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.